പുണ്യ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനം, പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനവും അള്ളാഹുവിൻ്റെ കാരുണ്യം അണമുറിയാതെ പെയ്തിറങ്ങുന്ന മനോഹരമായ ദിവസം മുതലാക്കണ്ടേ? നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ? വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വലാറ്റാണ്. അസ്സലാത്തു അലൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബ പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ എപ്പോഴും പ്രതിസന്ധികളാണ്, സന്തോഷമില്ല, നിരന്തരം രോഗങ്ങളാണ്, ഒന്നും നടക്കണില്ല. കുടുംബം എന്നുള്ള ചിന്തയാണ് നമുക്കില്ലേ? അത് വേണം. പക്ഷേ ആ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ? സമാധാനം കിട്ടും. ഒരു കിടിലൻ വഴിയുണ്ട്. ഒരു അത്ഭുത സ്വലാത്ത് ഇന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും. ഒരുപാട് ദിവസമൊന്നും കാത്തിരിക്കണ്ട. ഇപ്പം നിങ്ങൾ ചൊല്ലിയാൽ ഇന്ന് രാത്രി ഫലം കിട്ടുന്നൊരു സ്വലാത്തുണ്ട്. 24 മണിക്കൂറിൻ്റെ അകത്ത് ഫലം കിട്ടുന്നൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നമുക്കിന്ന് പഠിക്കണം. ഉംറ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിലെ വെള്ളിയാഴ്ച ദിവസം, യാ അല്ലാഹ്, ഇത്ര വലിയൊരു മഹാഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് തന്നില്ലേ? ഒരു വെള്ളിയാഴ്ച, അതേത് വെള്ളിയാഴ്ചയാണ്? റമളാനിലെ വെള്ളിയാഴ്ചയിൽ ഒരുമിക്കാനൊരു തൗഫീക്ക് തന്ന റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അല്ലേ? അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ ആളുകൾ, എല്ലാവർക്കും പടച്ചവനെ നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ ഹംദ് പറയാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒരുപാട് കമൻസിലൂടെ നമ്മൾ അറിയുകയാണ്. അത് കാണുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ട്. യാ റബ്ബനാ യാ റബ്ബനാ, പടച്ചവനെ ഇത് നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. വെള്ളിയാഴ്ച ദിവസമാണല്ലേ, റമളാനിലെ വെള്ളിയാഴ്ച ദിവസം. ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ നെയ്യത്ത് വെച്ച് കുളിക്കുക അല്ലേ? കുളി സുന്നത്താൻ. കുളി എന്ന് പറയുന്നത് റമളാനിലാണെങ്കിൽ നമുക്കറിയാം, അകാരണമായി ഉച്ചയ്ക്ക് ശേഷം പിന്തിപ്പിക്കൽ കറാഹത്താണ്. കുളിക്കൽ രാവിലെ തന്നെ കുളിക്കണം. പിന്നെ വെള്ളിയാഴ്ചയുടെ കുളി അത് രാവിലെയാണ് കുളിക്കേണ്ടത്. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുളിക്കണം പുരുഷന്മാർ. അതുപോലെ തന്നെ റമളാനിൽ പ്രത്യേകം കുളി സുന്നത്തുള്ളൊരു സമയമുണ്ട്, അത് രാത്രിയിലാണ്. രാത്രിയിൽ കുളിക്കൽ സുന്നച്ചാൻ. അപ്പോൾ റമളാനിലെ രാത്രിയിൽ സുന്നച്ചായ കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ ആ റമളാനിൽ കുളിച്ചതിൻ്റെ ഒരു കൂലി കൂടെ കിട്ടും. ഒരു ഫർള് ചെയ്തതിൻ്റെ കൂലി ആ സുന്നത്തിന് കിട്ടും. യാ അല്ലാഹ്. അപ്പോൾ റമളാനിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നന്നായി കുളിച്ച് കഴിയുമെങ്കിൽ നല്ല സുഗന്ധം പൂശി, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരുടെ അടുക്കൽ കിടക്കുമ്പോൾ ഈ ഒരുപാട് കുത്തലുള്ള പെർഫ്യൂമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തലവേദന, മറ്റേ ഒരുപാട് വേദനയൊക്കെ ആയിട്ട് പിന്നെ പ്രയാസങ്ങളാവും. മൈഗ്രെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നല്ല സുഗന്ധം, ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും പൈസ ഇച്ചിരി കൂടിയാലും നല്ല അത്തറ് മേടിക്കുക. അത്തറ് സുന്നത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അപ്പോൾ ഭർത്താവും ഭാര്യയും എല്ലാവരും രാത്രിയിൽ റമളാനിൽ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒരു മുഷിഞ്ഞ കോലമൊക്കെ എപ്പോഴും ഒഴിവാക്കുക. റമളാനിൽ നല്ല വൃത്തി നമ്മിലുണ്ടാകണം. പകൽ സമയങ്ങളിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, കറാഹത്താണ്. നോമ്പ് പിടിച്ച ആളുകൾക്ക് ഇല്ലേ, നോമ്പുകാരായ അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ പകലിൽ, അത് നോമ്പുകാരാണെങ്കിലും അല്ലെങ്കിലും റമളാൻ മാസത്തിൽ പകലിൽ നോമ്പ് അത്തർ ഉപയോഗിക്കൽ, സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. എന്നാൽ ഇടയത്താഴ സമയത്ത് അത്തർ ഉപയോഗിക്കൽ സുന്നത്താണ്. ക്ലിയറായോ? ഇടയത്താഴ സമയത്ത് ഇപ്പോൾ ഇച്ചിരി നല്ല അത്തർ നമ്മുടെ ശരീരത്തിൽ തേക്കുക അല്ലെങ്കിൽ വസ്ത്രത്തിൽ തേച്ച് വെക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. പിന്നീട് അതിൻ്റെ മണം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാവിലെ മുതൽ നോമ്പ് തുറക്കുന്നത് വരെ ഇതിനിടയിലുള്ള ഗ്യാപ്പിൽ അത്തർ ഉപയോഗിക്കൽ കറാഹത്താണ്. അപ്പോൾ രാത്രിയിൽ കുളിച്ചിട്ട് എന്തായാലും ഉപയോഗിക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നല്ല സുഗന്ധമൊക്കെ പൂശി മനോഹരമായ ജീവിതം ആസ്വദിക്കുക. അതും സുന്നത്തൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം വെള്ളിയാഴ്ചയുടെ സുന്നത്ത് നമുക്കറിയാം. പ്രത്യേകമായി നമ്മളെ കാത്തിരിക്കുന്ന കുറേ ആളുകളൊക്കെ പള്ളിക്കാട്ടിലുണ്ട് ഇല്ലേ? നമ്മിൽ പല ആളുകളുടെയും ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇണകളുണ്ട്, സന്താനങ്ങളുണ്ട്. അല്ലാ, നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പ് ഉമ്മയുടെയും ബാപ്പയുടെയും ഖബറിൻ്റെ അടുക്കൽ വന്ന് സിയാറത്ത് ചെയ്യുന്ന മകന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച്, ഖബറിൻ്റെ അടുക്കൽ വന്ന് സിയാറത്ത് ചെയ്യണം, മകന് കിട്ടുന്ന പ്രതിഫലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് ആ പ്രതിഫലം വീട്ടിലിരുന്ന് മേടിക്കാം. ബാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതി ഒരു വെള്ളിയാഴ്ചയും സുബ്ഹ് കഴിഞ്ഞിട്ടോ ജുമഅക്ക് മുമ്പായിക്കൊണ്ട് ഒരു യാസീൻ ഓതാതെ ഒരു വെള്ളിയാഴ്ചയും കടന്നു പോകരുത് കേട്ടോ.
അള്ളാഹു അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വെള്ളിയാഴ്ചയും യാസീൻ ഓതാതെ കടന്നു പോകാൻ പാടില്ല. മനോഹരമായി നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മിൽ നിന്ന് വിട പറഞ്ഞവരൊക്കെ നമ്മൾ അമല് ചെയ്യാത്തത് കൊണ്ട് അവർ പ്രയാസം അനുഭവിക്കാൻ പാടില്ല. നമ്മുടെ അമലുകൾ കൊണ്ട് അവർക്ക് സന്തോഷം ലഭിക്കണം. പലപ്പോഴും അവർ ജീവിച്ചിരുന്ന കാലത്ത് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ അത്ര വലിയ പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരിന്ന് ഖബറിലാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം? അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കാം ഈ റമദാനിൽ. അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കൂ. ആ സ്വതക്കയ്ക്ക് എത്രയോ വലിയ ഇരട്ടി പ്രതിഫലമാണ് ഖബറിലേക്ക് എത്തുക. ആ ഉമ്മയും ഉപ്പയും സന്തോഷം കൊണ്ട് വല്ലാതെ ആഹ്ലാദിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഖുർആൻ ഓതിയിട്ട് അവരിലേക്ക് ഹദിയ ചെയ്യുക, പ്രത്യേകിച്ച് യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക. ഇതൊക്കെ വലിയ പുണ്യകരമായ കാര്യങ്ങളാണ്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച അനുഗ്രഹങ്ങൾ വർഷിച്ചിറങ്ങുന്ന മനോഹരമായൊരു ദിവസമാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട ദിവസം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ദിവസം സ്വഹാബാ സ്വലാത്ത് ധാരാളം ചൊല്ലണേ, എൻ്റെ മേൽ അത് കാണിക്കപ്പെടും. നബിയെ, അങ്ങ് വഫാത്തായതിനു ശേഷവും കാണുമോ നബിയെ? തീർച്ചയായും ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ, ആ മണ്ണിനെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. മണ്ണിനെ ഹറാമാണ്, മണ്ണ് തൊടൂല. സാധാരണക്കാരായ നമ്മുടെ ശരീരമൊക്കെ അഴുകിപ്പോകുമ്പോഴും അമ്പിയാക്കളുടെ ശരീരം അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ്. യാ അല്ലാഹ്, ഹബീബായ തങ്ങൾ കാണും, നമ്മുടെ സ്വലാത്തുകൾ ഹബീബായ തങ്ങൾ വീക്ഷിക്കും. അല്ലേ, എത്ര സന്തോഷമാണ് മുത്തുനബി തങ്ങൾ നമ്മുടെ സ്വലാത്ത് കാണുക എന്ന് പറഞ്ഞാൽ. യാ അള്ളാഹു ഞങ്ങൾക്ക് ആ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇന്ന് നമുക്കൊരു സ്വലാത്ത് പഠിക്കാം, മനോഹരമായ സ്വലാത്ത്. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ. നാരിയ സ്വലാത്ത് ചൊല്ലാറുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാറുണ്ട്, സ്വലാത്തു തിബ്ബ് ചൊല്ലാറുണ്ട്. ഇന്ന് മനോഹരമായൊരു സ്വലാത്ത്. ഈ സ്വലാത്ത് നൂറുൽ അൻവാർ എന്നാണ് പറയുക. നൂറുൽ അൻവാർ എന്ന് പറയുന്നത് പ്രകാശങ്ങൾക്കുമേൽ പ്രകാശമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. അവിടുന്ന് വെറുമൊരു പ്രകാശമല്ല, പ്രകാശത്തിനുമേൽ പ്രകാശമാണ്. നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിൻ്റെ മേൽ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയണം. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ? ഈ നൂറ് കൊണ്ട് തുടങ്ങുന്ന സ്വലാത്ത്. ഈ സ്വലാത്തിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചൊരു ചെറിയ സ്വലാത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹലിഹി. ഈ നൂറ് കൊണ്ടുള്ള സ്വലാത്ത് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ, നൂറെന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ മേഖല എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രകാശം ഉണ്ടാവും. ഹൃദയത്തിൽ ഇരുട്ട് വരാം, അവിടെ പ്രകാശം ലഭിക്കും. ഖബറിൽ ഇരുട്ട് വരാം, അവിടെ പ്രകാശം ലഭിക്കും. നാളെ സിറാത്ത് പാലത്തിൽ ഇരുട്ട് വരാം, അവിടെയും പ്രകാശം ലഭിക്കും. സ്വലാത്ത് നമ്മളിങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും ചൊല്ലാം. പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ സമയമുണ്ടല്ലോ. ഇപ്പോൾ റമദാനും കൂടെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഇടയത്താഴത്തിന് എഴുന്നേൽക്കും. ഇനി ചില സഹോദരിമാർ പറയും, ഉസ്താദ് ഞങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡാണ്, ആ സമയത്ത് എഴുന്നേൽക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞാലും നമുക്ക് നോമ്പൊന്നും പിടിക്കണ്ടെങ്കിലും ആ സമയത്ത് എഴുന്നേക്കാൻ കഴിയുമെങ്കിലും ഒന്ന് എഴുന്നേൽക്കുക. എന്നിട്ടോ ഈ സ്വലാത്ത് ചൊല്ലുക. എത്ര എണ്ണം എന്ന് പറയുന്നില്ല. നിങ്ങൾ എന്താഗ്രഹം വെച്ചിട്ടാണോ ഈ സ്വലാത്തിലുള്ളത് ചൊല്ലിക്കോ, മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ നേരം വെളുക്കുമ്പോഴേക്ക് അതിന് ഫലം കണ്ടെത്തി തരുമെന്നാണ്. ഇത് മുജറബായി അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ നാവും അങ്ങനെയുള്ള നാവാകണം കേട്ടോ. ഇത് ഇഖ്ലാസോടെ ചൊല്ലണം. അതായത് ഇപ്പോൾ ഒരാൾ ഇടത്താഴത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലുകയാണ്, പടച്ചോനെ എന്നെ നീ പൈസക്കാരനാക്കണേ അല്ല, എന്നെ നീ സമ്പന്നനാക്കണേ അല്ല. രാവിലെ ഞാൻ ഉറങ്ങാൻ എഴുന്നേറ്റിട്ട് അല്ല ഞാനിപ്പോഴും ഈ കൂരെ തന്നെയാണല്ലോ, നീ എന്നെ സമ്പന്നനാക്കിയില്ലല്ലോ അല്ല. അങ്ങനെയൊന്നുമല്ല. നമ്മൾ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സ്വലാത്തല്ല. ബാക്കി ഐശ്വര്യം ലഭിക്കലേക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വഴിക്ക് നടന്നോളും. അല്ലാതെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാകരുത് ഒരമലും ചെയ്യേണ്ടത്, അതിന് ഫലം ഉണ്ടാവില്ല. കടം വീടാനുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ സ്വലാത്ത് എല്ലാറുണ്ട്. അത് കടം വീടാനല്ല, അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചൊല്ലിയാൽ ഓട്ടോമാറ്റിക്കലി കടം വീടും. ഇത് ഐശ്വര്യത്തിനാണ്. കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, പല ആളുകൾക്കും സമാധാനമില്ല, ശമ്പളം തികയുന്നില്ല, ശമ്പളം കിട്ടുന്നത് ചിലപ്പോൾ ധാരാളം പൈസ ഉണ്ടാകും, പക്ഷേ അവസാനം വരുമ്പോൾ ആരോടെങ്കിലൊക്കെ കടം മേടിക്കേണ്ടി വരേണ്ട അവസ്ഥയാണ്. അങ്ങനെ നിരന്തരം ഒരു കുടിസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിലുള്ളത്. യാ അല്ലാഹ്, അങ്ങനെ വരുമ്പോൾ പടച്ചോനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കോ, വിഷമിക്കണ്ട, അള്ളാഹു പരിഹാരം തരും. അത്രമേൽ വലിയ മഹത്തരമായ സ്വലാത്താണിത്. ഏതാണ് ആ സ്വലാത്ത് എന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ
وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. എത്ര ചൊല്ലണം എന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു തവണ ചൊല്ലിയാലും മതി. വേണ്ട, ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസമല്ലേ, ജുമാക്ക് മുമ്പ് ഒരു 100 തവണ നമുക്ക് ചൊല്ലിക്കൂടെ? ആഗ്രഹങ്ങളൊക്കെ പടച്ചോനിലേക്ക് സമർപ്പിക്കുന്നേ. നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞു കിടക്കണ മേഖല എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വെളിച്ചമായി വരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള മനോഹരമായ ഈ സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് നോക്കിയേ, ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ. അല്ലാഹുവേ സ്വല്ലി, നീ സ്വലാത്ത് ചെയ്യണേ, അലാ നൂരിൽ അൻവാർ, പ്രകാശങ്ങളുടെ മേൽ പ്രകാശമായ മുഹമ്മദ് മുസ്തഫയുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസിറിൽ അസ്റാർ, രഹസ്യങ്ങളുടെ എല്ലാം രഹസ്യമായ എല്ലാ രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. വച്ചിറിയാഖിൽ ഗയാർ, അള്ളാഹു അല്ലാത്തത് മനസ്സിൽ വരുന്നതിനെ തൊട്ട് കാക്കുന്ന മുഹമ്മദ് മുസ്തഫയുടെ മേൽ. യാ അല്ലാ, അതായത് അള്ളാഹ് എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിൽ വരുന്നത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. എപ്പോഴും അള്ളാഹ് ചിന്തിക്കുന്നതല്ല, ഭക്ഷണം കഴിക്കുമ്പോഴും അല്ല, വെള്ളം കുടിക്കുമ്പോഴും അല്ല, നിസ്കരിക്കുമ്പോഴല്ല. നമുക്ക് നിസ്കാരത്തിൽ പോലും അല്ല ഇല്ല. അതുകൊണ്ടല്ലേ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാരുടെയൊക്കെ നിസ്കാരം എങ്ങനെയായിരുന്നു? സ്വഹാബത്തിൻ്റെ കാലിൽ അമ്പ് തറച്ചിട്ട് അമ്പ് വലിച്ചൂരിയത് പോലും അറിഞ്ഞില്ല. കാരണം അള്ളാഹുവിൽ ലയിച്ച് നിൽക്കായിരുന്നു നിസ്കാരത്തിൽ. സുബ്ഹാനക യാ റബ്ബ്. എല്ലാത്തിനും അല്ല. അപ്പം അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മാറിപ്പോകുന്നതിനെ തടയുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. അങ്ങനെയുള്ള സ്വലാത്ത് മുഹമ്മദ് മുസ്തഫയുടെ മേൽ ചൊല്ലണേ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ മിഫ്താഹി ബാബിൽ യസാർ, എല്ലാ ബറക്കത്തിൻ്റെയും വാതിലുകളുടെയും താക്കോൽ സൂക്ഷിപ്പുകാരനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താക്കോലാണ്, സൂക്ഷിപ്പുകാരൻ എന്നല്ല, താക്കോലാണ് മിഫ്താഹ്. വ മിഫ്താഹി ബാബിൽ യസാർ, എല്ലാ ബറക്കത്തിൻ്റെയും താക്കോലാണ് ആ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അങ്ങനെയുള്ള സ്വലാത്താണ് മുത്തുനബി തങ്ങളുടെ മേൽ ചൊല്ലേണ്ടത്. അതായത് എന്തൊരു കാര്യത്തിനും സ്വലാത്ത് ചൊല്ലിക്കോടെ ബറക്കത്തുണ്ടാകും. അതൊരു താക്കോലാണ്. പുതിയ വീട് വെക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ ഓരോ ദിവസവും തുടങ്ങുന്നത് സ്വലാത്തിലൂടെയാകട്ടെ, അങ്ങനെ എല്ലായിടങ്ങളിലും സ്വലാത്ത് കടന്നു വരട്ടെ. സയ്യിദുനാ മുഹമ്മദിൻ, ആ നേതാവാരാണ്? ഞങ്ങളുടെ നേതാവാണ് അൽ മുഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാഹ്. വ ആലിഹിൽ തുഹാർ, അവിടുത്തെ പരിശുദ്ധരായ കുടുംബത്തിൻ്റെ മേൽ. വാ സുഹാബിഹിൽ അഖിയാർ, അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തിൻ്റെ മേൽ. ആദദ നിഅമില്ല, നിൻ്റെ അനുഗ്രഹങ്ങളുടെ കണക്കനുസരിച്ച് സ്വലാത്ത് ചെയ്യണേ. അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ ലാ തുഹ്സുഹ, അത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയൂല. അപ്പം അത്രയധികം സ്വലാത്ത് നീ ചെയ്യണേ അല്ലാഹ്. ഇഫ്ദാലി, ഹബീബായ തങ്ങളുടെ മേൽ അത്രയധികം കണക്കില്ലാത്ത വണ്ണം സ്വലാത്ത് നീ ചെയ്യണേ അല്ലാഹ് എന്ന ആശയമാണ് അതിനുള്ളത്. ഒരു 3 തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ. ബിസ്മില്ലാ. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പടച്ചവനെ, ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കരുടെ നേതാവാരാണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു.
മൊത്തത്തിലുള്ള ഔലിയാക്കളുടെ നേതാവ് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ജീലാനി ഷെയ്ഖ് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ഏത് വലിയൻ്റെയും നേതാവ് മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. മൊത്തത്തിൽ ഔലിയാക്കളുടെ നേതാവ് ആരാണ്? അത് സയ്യിദി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലേ? സ്വഹാബത്തല്ലേ അള്ളാൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ. എത്ര വലിയ ആയാലും സ്വഹാബത്തിൻ്റെ പദവിയിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ലല്ലോ. ആ സ്വഹാബികളുടെയും നേതാവാരാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ മൊത്തത്തിൽ ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഗൗസുൽ ആലം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ ഔലിയാക്കളുടെയും നേതാവ് ഗൗസുൽ ആലം തങ്ങളാണ്. മൊത്തത്തിൽ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്. അള്ളാഹു അടുത്ത മദത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഉംറ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യല്ലോ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് വീഡിയോ വെച്ച് കൊടുക്കുന്നതിലേക്ക് ഹദിയ ചെയ്യാൻ മറക്കരുത്. റമളാൻ റിലീഫിലേക്ക് ഹദിയ ചെയ്യാൻ മറക്കരുത്. വെള്ളിയാഴ്ചയാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നത്തെ സ്വതക്കക്ക് വലിയ പ്രത്യേകതയുണ്ട്. റഹ്മത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ റഹ്മത്തിൻ്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ റഹ്മത്ത് എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റിയ വഴി മറ്റുള്ളവരെ സഹായിക്കലാണ്. ആ റഹ്മത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. റഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങൾ ഈ സദസ്സ് നടത്തിയത് നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണല്ലാ, നിന്നെ ഹംദ് ചെയ്യാനാണല്ലാ. ആ ഹംദുകളെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, എത്രയെത്ര ദുആ വസിയ്യത്തുകളാണ് ഓരോ ദിവസവും ലഭിക്കുന്നത്. എല്ലാം നിനക്കറിയാമല്ലോ നാഥ. എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ, സ്വസ്ഥത നൽകണേ അല്ലാ. ഇന്ന് ഞങ്ങൾ പഠിച്ച സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിലുടനീളം നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, റമളാനാണ്, ഒരു വെള്ളിയാഴ്ച റമളാനിലേത് കടന്നു വന്നിട്ടുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല നിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്താൻ. തെറ്റുകളല്ലാതെ ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. യാ റബ്ബന, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്കൊരാളില്ല റബ്ബേ. റഹമുറാഹിമായ അല്ലാ, നിൻ്റെ റഹ്മത്ത് ഈ റഹ്മത്തിൻ്റെ 10 ലഭിക്കുന്ന മുഅ്മിനുകളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. നിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഒരുപാട് രോഗികൾ, മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ, ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നീ എല്ലാത്തിനും ശിഫ നൽകണേ അല്ലാഹ്. അത്തരം അസുഖങ്ങൾ ഞങ്ങൾ ആർക്കും നീ നൽകല്ലേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ പരിപൂർണ സൗഖ്യം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, മക്കൾ, സന്താനങ്ങൾ, അതുപോലെ മാതാപിതാക്കൾ, സ്വയം എല്ലാവരും രോഗികളായ ധാരാളം ആളുകൾ പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. യാ അല്ലാ, എല്ലാവർക്കും നീ ആജിലും കാമിലുമായ സൗഖ്യം നൽകണേ അല്ലാ. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. നൂറുൽ അൻവാർ എന്ന സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഐക്യം നൽകണയല്ല, ഛിദ്രതയിൽ നിന്ന് കാക്കണയല്ല, പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല, അതവുള്ള മക്കളാക്കണയല്ല, എല്ലാ മേഖലകളിലും മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാക്കണയല്ല. പടച്ചവനെ, എക്സാമുകൾ എഴുതുന്ന മക്കൾ ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ. എഴുതിയ എക്സാമുകളിലെല്ലാം ഉന്നത വിജയം നീ നൽകണയല്ല. എഴുതാൻ പോകുന്ന എക്സാമുകളെ ഭംഗിയായി സമീപിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല. ശോഭനമായ ഭാവി നീ നൽകണേ തമ്പുരാനെ. റഹമുറാഹിമായ റബ്ബെ, വിവാഹപ്രായം എത്തിയവരുണ്ട് ഉസ്താദെ, കല്യാണം
ഒന്നും നടക്കുന്നില്ല എന്ന സങ്കടം പറഞ്ഞവർ എത്രയും പെട്ടെന്ന് ഖൈറായ ഇണകളെ നീ നൽകണയല്ല. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഗർഭിണികൾക്ക് നീ സുഖപ്രസവത്തിലൂടെ നൽകണയല്ല. യാ റബ്ബന മക്കളില്ലാതെ വേദനിക്കുന്നവർ അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ റഹ്മാനെ. നീ നൽകിയാൽ ആർക്കാണ് റബ്ബെ തടുക്കാൻ കഴിയുക? റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ, ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവർ ഹൈറായ ഭവനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ, തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ, അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന, ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാ സങ്കടങ്ങളും ബാത്തുലാക്കി സമാധാനവും സന്തോഷവും നീ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണയല്ല. ഈ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് കബറിടം നീ പ്രകാശപൂരിതമാക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണയല്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഈമാനില്ലാതെ ചത്തുപോകുന്ന കുഫാറുകളിൽ നീ ഞങ്ങളെ പെടുത്തല്ലയല്ല, മുനാഫിക്കുകളിൽ പെടുത്തല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.